പ്രേക്ഷകർ, അങ്ങനെ വിവാദങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ജാനകി സിനിമ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് അണിയറ പ്രവർത്തകർ ഈ തീരുമാനം അറിയിച്ചത്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് മാറ്റാമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കോടതി രംഗങ്ങളിൽ ജാനകി എന്നത് മ്യൂട്ട് ചെയ്യുമെന്നും സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങൾക്കായി നമുക്കൊപ്പം VS സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഇന്നത്തെ കോടതി വിധിയിൽ ഈ സെൻസർ ബോർഡിന്റെ 2 ആവശ്യങ്ങളായിരുന്നു. ഒന്ന്, 1 മണിക്കൂർ 8 മിനിറ്റ് 32ാമത്തെ സെക്കൻഡിൽ ഒരു ക്രോസ് എക്സാമിനേഷൻ സീനിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. രണ്ടാമത്തേത്, സിനിമയുടെ പേര് മാറ്റണം, ജാനകി വി എന്നോ അതല്ലെങ്കിൽ വി ജാനകി എന്നോ. രണ്ടിനും ഈ 2 വിഷയങ്ങൾക്കും നിർമ്മാതാക്കൾ ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സംവിധായകൻ കൂടിയാണ് VS സനോജ് എന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഒരു സംവിധായകനെ മാനസികമായി കൂടി സമ്മർദ്ദത്തിലാക്കുന്നു. കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിർമ്മാതാക്കളുടെ വികാരത്തെ മാനിക്കാൻ അയാൾ ബാധ്യസ്ഥനാകേണ്ടി വരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു സിനിമ ഇറക്കിയാൽ മതി എന്നൊരു മനോനിലയിലേക്ക് ആ സംവിധായകൻ കൂടി എത്തിച്ചേരുകയാണ്. ഇങ്ങനെ സംവിധായകനെ സമ്മർദ്ദത്തിലാക്കി ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കുകയാണ് സെൻസർ ബോർഡ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു വിധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്താനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ജസ്റ്റിസ് സിനിമ കാണാൻ പോയതെന്നും ഇക്കണ്ട വിവാദങ്ങൾക്ക് സമയം നൽകിയതെന്നും ആദ്യം തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെയായിരുന്നോ എന്നും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു സനോജ്? സേതു, ഇപ്പോൾ ഈ സംഭവം, അതായത് ഈ കോടതി പരിഗണിച്ചത് കഴിഞ്ഞിട്ട് അടുത്ത ബുധനാഴ്ചയിലേക്ക് ഇതിൻ്റെ അന്തിമമായി ഉള്ള കോടതി കാര്യം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോടതി ഈ നഗരേഷിൻ്റെ അദ്ദേഹം എന്താണ് ഇതിൽ ഫൈനലായിട്ട് പറയുക എന്ന് നമുക്ക് കേൾക്കാം. അതുവരേക്ക് എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ മറ്റ് തരത്തിലുള്ള മോഡിഫൈഡ് വേർഷൻ, അതിൻ്റെ പ്രോസസ്സെല്ലാം പൂർത്തിയാക്കുകയും ആ മോഡിഫൈഡ് ആയിട്ടുള്ള ആ വേർഷൻ കണ്ട് അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷം അത് ബുധനാഴ്ച പരിഗണിക്കുകയും ആ ബുധനാഴ്ച പരിഗണിച്ചതിന് ശേഷം അടുത്ത വെള്ളിയാഴ്ച ഇത് റിലീസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി അവിടെ കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ തന്നെ പറഞ്ഞത്. അതിനുശേഷം ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. അതാണ് ഏറ്റവും പ്രസക്തമായൊരു കാര്യം. കാരണം ഇതൊരു വലിയ സാംസ്കാരിക പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ് അതിൽ ബി ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗം. അതായത് ഇതിപ്പോൾ ജാനകി എന്ന് പറയുന്ന ഒരു സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത് പല സിനിമകളുടെ കാര്യത്തിലും സംഭവിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്, ഇനി സംഭവിക്കാനിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരണം എന്നുള്ള വാദം പോലും വളരെ അപ്രസക്തമോ അല്ലെങ്കിൽ അപഹാസ്യമോ ആണെന്ന് പറയേണ്ടി വരും. കാരണം സെൻസർ ബോർഡ് ഇതിൽ ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരുന്നു എന്ന് കരുതുക. അപ്പോൾ ദൈവങ്ങളുടെ പേരിൻ്റെ പര്യായ പദങ്ങൾ ഉപയോഗിക്കുന്ന നാമങ്ങൾ കഥാപാത്രങ്ങൾക്ക് പറ്റില്ല എന്നുള്ള സാഹചര്യം വരുന്നത് വളരെ വിചിത്രമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. മറ്റൊന്ന്, ഈ സിനിമ കണ്ടതിന് ശേഷം, അതായത് ജസ്റ്റിസ് നഗരേഷ് ഈ സിനിമ കണ്ടതിന് ശേഷം ഇന്ന് വീണ്ടും സെൻസർ ബോർഡ് അവരുടെ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു. ആ അഫിഡവിറ്റാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെടേണ്ടതെന്ന് ഞാൻ കരുതുന്നു. കാരണം അത് വളരെ വിചിത്രമായ തരത്തിലുള്ള ഒരു അഫിഡവിറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന വരികൾ കേട്ടാൽ അത്ഭുതം തോന്നിപ്പോകുന്ന തരത്തിലുള്ളതാണ്. ഒന്ന്, ഈ കഥാപാത്രത്തിൻ്റെ പേര് സീതയുടെ പര്യായ പദം, അത് സീത എന്ന പേര് പോലും അല്ല സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. അത് പര്യായ പദമാണ്. അങ്ങനെ വന്നാൽ ആ പദമുള്ള ഒരു കഥാപാത്രം കോടതിയിൽ വിചാരണ നേരിടുന്നു, അല്ലെങ്കിൽ കോടതി വിസ്തരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർക്കുണ്ടായ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചുള്ള സിനിമയാണിത്. ആ സിനിമയിൽ കഥാപാത്രമായി വരുന്ന പ്രതിഭാഗം അഭിഭാഷകൻ മറ്റൊരു മതസ്ഥനായതുകൊണ്ട് ഇവരെ വിസ്തരിക്കുന്നതിനിടയിൽ വളരെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ നടത്തുന്നു. ഇത് സീതാദേവിയുമായി ബന്ധപ്പെട്ട് സീതാദേവിയുടെ ഒരു പവിത്രതയെ കളങ്കം വരുത്തുന്നു എന്നാണ് വാദം. ഇത് വളരെ വിചിത്രമായൊരു വാദം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുപോലുള്ള വാദങ്ങൾ, അതായത് ഒന്ന്, നായകൻ മറ്റൊരു മതസ്ഥനാണ്, ഒരു പ്രമുഖ അഭിഭാഷകനായ ഒരു ക്രിസ്ത്യൻ പേരുള്ള ഒരു നായകനുള്ള സിനിമ. മറ്റൊന്ന്, ഒരു ഇരയുടെ കഥ പറയുന്ന നീതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സിനിമ. ആ സിനിമയിൽ നീതിക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പേരിട്ടുകൂടാ എന്ന് കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ചു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതിലിപ്പോഴും കോടതി അന്തിമമായി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം, ഇതിലേക്കൊരു കോംപ്രമൈസിലേക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക്, ഒരു അമിക്കബിലിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു സമ്മർദ്ദം സംവിധായകനെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായി തന്നെ പറയേണ്ടി വരും. കാരണം സെൻസർ ബോർഡ് വാദിച്ച കാര്യങ്ങൾ പലതിലേക്കും എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടെ അണിയറ പ്രവർത്തകർക്ക് വരേണ്ടി വരുന്നു എന്നുള്ളത് ആ സിനിമയുടെ മാർക്കറ്റബിലിറ്റിയുടെ പ്രശ്നമാണ്. അതിൽ വലിയ ബഡ്ജറ്റുണ്ട്, വലിയ താരങ്ങളുള്ള സിനിമയാണ്, വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർക്കിനി മറ്റു മാർഗ്ഗങ്ങളില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു അമിക്കബിലിറ്റിയിലേക്ക് വരുന്ന സാഹചര്യം രാജ്യത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സിനിമയുടെ മാത്രം കാര്യമുള്ള സനോജ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പര്യായ പദങ്ങൾ പോലും ഇടാൻ
പേരിടാൻ പറ്റുന്നില്ല. ഇപ്പോൾ സീത അല്ല ജാനകി വന്നാലും അത് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓരോ സിനിമയ്ക്കും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ഒക്കെ ഇനി പുതിയ സംവിധായകർ വരുമ്പോൾ ഏത് പേരിടണം, അതിൽ തന്നെ ആദ്യം തുടങ്ങുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളതാണ് ഒരു കാര്യം. ഇത് ഞാൻ പറഞ്ഞതുപോലെ സിനിമയിൽ മാത്രമല്ല, ഇപ്പം മാധ്യമ സ്വാതന്ത്ര്യമുണ്ടോ ഈ രാജ്യത്ത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം റോയിറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ തങ്ങൾക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ള എക്സിന്റെ കുറിപ്പ് കൂടി ഇപ്പോൾ പ്രസക്തമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതെ അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ്റെ ആ വാചകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു സാംസ്കാരിക പ്രശ്നമാണ്. കാരണം ഇന്നിപ്പം മനു എസ് പിള്ള എന്ന് പറയുന്ന ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്ന മനു എസ് പിള്ള തന്നെ പറയുന്നു, കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കെട്ടുകഥകളെ ചരിത്രപരമായി അവതരിപ്പിക്കുകയും കെട്ടുകഥകൾ ചരിത്രമാണ് എന്ന് ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവതരിപ്പിച്ച് ആളുകളെ ബിലീവബിലിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചരിത്രാഖ്യാനങ്ങളിലേക്ക് കടക്കുന്ന പുരാണ കഥകളുടെ ഒരു കാലത്തേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന് മനു എസ് പിള്ള തന്നെ പറയുന്നു. ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു ഇതൊരു സാംസ്കാരിക പ്രശ്നമാണ്. ഈ സമയത്താണ് ഇന്ത്യയിൽ വലിയ പ്രസ് സെൻസർഷിപ്പ് നിലനിൽക്കുന്നു എന്ന് എക്സ് തന്നെ പറയുന്നത്. ഇന്ന് ടെലഗ്രാഫിൻ്റെ തലക്കെട്ട് തന്നെ എക്സ് ടേൺസ് എക്സ് എന്നാണ്. അതായത് എക്സ് ടേൺസ് എക്സ് എന്ന്. അതായത് ഇതൊരു വലിയ ഇവിടെ ഒരു പ്രസ് സെൻസർഷിപ്പ് നിലനിൽക്കുന്നു. അതുകൊണ്ട് റോയിറ്റേഴ്സ് 2 ദിവസത്തേക്ക് റോയിറ്റേഴ്സിൻ്റെ എക്സ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നു. പഹൽഗാമിന് ശേഷം ദ വയർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അതിനുശേഷം അതിൽ തന്നെ റെസിസ്റ്റൻസ് എക്സ് ആ സമയങ്ങളിൽ പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ വീണ്ടും 2 ദിവസം റോയിറ്റേഴ്സ് വേൾഡ് ഉൾപ്പെടെ നിരോധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന അവരുടെ എക്സ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മാധ്യമ സെൻസർഷിപ്പിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു വിമർശനം നിലനിൽക്കുന്ന സമയത്താണ് ജാനകി പോലെ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേരളത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഈ വിഷയത്തിലെ ഈ സുരേഷ് ഗോപിയുടെ ഒരു മൗനമടക്കം കുറച്ച് ദുരൂഹമായിട്ട് കൂടി തോന്നില്ലേ? ഇക്കാര്യത്തിൽ അത് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം സുരേഷ് ഗോപി ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം പുലർത്തേണ്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ഒരു പക്ഷേ അത് അണിയർ പ്രവർത്തകരടക്കം അത് മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷേ പ്രശ്നം ഇതുപോലുള്ള സിനിമകളെ ഇനി സെൻസർ ബോർഡാണോ ഇതൊക്കെ തീരുമാനിക്കുക എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നു. കഥാപാത്രങ്ങളെ ആര് പേരിടണം, എന്ത് കഥ. അപ്പോൾ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതൽ അല്ലെങ്കിൽ സിനിമയിൽ കഥ ഉണ്ടാക്കുന്നത് മുതൽ സെൻസർ ബോർഡ് അംഗത്തെ കൂടെ പ്രീ പ്രൊഡക്ഷനിൽ ഇരുത്തേണ്ടി വരും എന്ന് പറയുന്നൊരു അവസ്ഥ ഒരു വലിയ സാംസ്കാരിക പ്രതിസന്ധി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ അടക്കം പറഞ്ഞത്. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടെ പറയാവുന്നതുപോലെ ഈ പേരുകളിൽ തന്നെ ഇത്തരത്തിൽ കൗതുകങ്ങളിലേക്കോ ഇത്തരത്തിലുള്ള വിചിത്രതകളിലേക്കൊന്നും പോകേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഖേദകരമാണ്. സലീം കുമാറിൻ്റെ ഒരു സിനിമയിൽ മായാവി എന്നല്ല പേര്, മായൻകുട്ടി വി എന്നാണ് യഥാർത്ഥ പേര് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്കുള്ള ഒരു അപഹാസ്യതയിലേക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇത്തരത്തിലുള്ള സെൻസർ ബോർഡിൻ്റെ കത്രിക പൂട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏതായാലും ഒട്ടും ആശാസ്യമായ കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു സാംസ്കാരിക പ്രതിസന്ധി തന്നെയാണ്. ശരി, അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പേര് മാറ്റാൻ തയ്യാറാണെന്നാണ് ഇതിപ്പോൾ കോടതിയിൽ നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ജാനകി ആ പേര് വരുന്ന ഘട്ടങ്ങളിലൊക്കെ മ്യൂട്ട് ചെയ്യാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 1 മണിക്കൂർ 8 മിനിറ്റ് 32ാമത്തെ സെക്കൻഡിൽ ഒരു ക്രോസ് എക്സാമിനേഷൻ ഒരു സീരിയലാണ് ജാനകി എന്നൊരു പേര് വരുന്നത്. ആ പേര് മ്യൂട്ട് ചെയ്യണമെന്നായിരുന്നു തുടക്കം മുതൽ തന്നെ സെൻസർ ബോർഡിൻ്റെ ആവശ്യം. ആ ആവശ്യം ഇപ്പോൾ നിർമ്മാതാക്കൾ അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവാദങ്ങളൊക്കെ പറഞ്ഞ് ഏറെക്കുറെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴേയും ഉള്ളൊരു ചോദ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇവിടെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു VS സരോജ്.